രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. നമ്മുടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും വന്നു. രാവിലെ ചേട്ടായൊക്കെ ഫോണിൽ ഭയങ്കര പണിയിലാണ്. അളിയൻ വീട്ടിലേക്ക് കോൾ ചെയ്യുന്നു. ദെൻ ചേച്ചി വിത്ത് ഇടിയപ്പം. പിന്നെ അനിയനുണ്ട്. ലൈക്ക് ഫുഡെല്ലാം നമ്മൾ സെറ്റായിട്ട് വരുന്നുള്ളൂ. ബാക്കി ഫുഡ്സും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം എന്തായാലും ബാക്കി നമ്മൾ ശ്രീമോൻ എങ്ങോട്ട് പോവാ? മൊട്ടക്കൊന്ന് കണ്ടു കഴിഞ്ഞു. ഇനി എങ്ങടാ? ഇനി നെക്സ്റ്റ് സ്പോട്ട് നമ്മൾ പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ്, ഞങ്ങൾ മെഡോസിൽ നിന്ന് നേരെ പോയത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലേക്കായിരുന്നു. ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് മെഡോസിൽ നിന്നും അഡ്വഞ്ചർ പാർക്കിലേക്ക് വരുന്നത്. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല പല അധികം ആക്ടിവിറ്റീസും നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? വാഗമണിൽ ഗ്ലാസ് ബ്രിഡ്ജ്. ഞങ്ങൾ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ഫൈനലി വി റീച്ച് ടു ദ ഗ്ലാസ് ബ്രിഡ്ജ്. ദെൻ ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം അവരെല്ലാരും മുമ്പിൽ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിത് ഇപ്പോൾ ജസ്റ്റ് റീച്ച് ആയിട്ടേ ഉള്ളൂ. എന്തായാലും ഓരോ റൈഡുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വഴിയിലേക്കാണെങ്കിലും നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗായ്സ്, കാണുന്ന പോലെ നല്ല രീതിയിൽ ക്രൗഡുണ്ട്. പിന്നെ അതുപോലെ ക്ലൈമറ്റ് ആണെങ്കിലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മളെല്ലാം ഓൺ ദ വേയിൽ കാണുന്നതായിരിക്കും. ഇവിടെ ഓരോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ലൈക്ക് സൈക്ലിംഗ് ഉണ്ട്, ദെൻ പാരാഗ്ലൈഡിങ് ഉണ്ട്. അതൊക്കെ ഓരോരോ സ്പോട്ടുകളിലായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഈ സെക്ഷൻ വരുന്നത് സൈക്ലിംഗ് ആണ് വരുന്നത്. നമുക്ക് കാണാം ഓരോരുത്തർ തന്നെ പോകുന്നതൊക്കെ ആയിട്ട്. ക്ലൈമറ്റും കാര്യങ്ങളും എങ്ങനെയുണ്ട് ചേച്ചി? ചേച്ചി പറയൂ. അടിപൊളി അടിപൊളി മഴ വരുന്നുണ്ട്. ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിട്ട് ആദ്യം പോയത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നേരെ താഴെയായിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. വേറൊന്നുമല്ല, ഒരു ഔട്ടിങ്ങിന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസ് റീൽ മസ്റ്റ് ആണല്ലോ. പ്രത്യേകിച്ച് അളിയനും കൂടി ഉണ്ടെങ്കിൽ ഒന്നും പറയേ വേണ്ട. അപ്പോൾ ചേച്ചി അളിയനും അതിൻ്റെ പ്രാക്ടീസിങ്ങിലാണ്. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മഴ പെയ്തത്. ഞങ്ങൾ എല്ലാവരും ഓടി തിരിച്ച് ടോപ്പിലേക്ക് തന്നെ പോന്നു. മറയില്ലാതെ മായാതെ ലോകം പിടിയില്ലാതെ പാരാകെ വാനില്ലൂർന്നു. तुझको ढूंढे आजा